ഹായ് ഫ്രണ്ട്സ്, ദ ഷെഫ് ഹട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എഗ് സ്ക്രാമ്പിൾഡ് ഓട്സ് ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഓട്സ് ഒന്ന് വറുത്തെടുക്കണം. അതിനു വേണ്ടി പാൻ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കുക. ഞാൻ ഇവിടെ 1 കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. പാനിൽ നെയ്യോ എണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 1 കപ്പ് ഓട്സ് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. വെയിറ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഡയറ്റ് നോക്കുന്നവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഓട്സ് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിൽ ലോ കലോറി, ലോ ഫാറ്റ് ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് കുറയ്ക്കുകയും വേണം, എന്നാൽ അടുത്ത നമ്മൾ മീൽ എപ്പോഴാണോ കഴിക്കുന്നത് അതുവരെ വിശക്കാനും പാടില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതുപോലെ ഓട്സ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിശക്കുകയില്ല, നമുക്ക് ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യാം, വെയിറ്റ് കൂടുകയുമില്ല. ഓട്സ് ഒന്ന് ചൂടായി നല്ലപോലെ മണം വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ ചൂടാക്കി എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. എടുത്തു വച്ചിരിക്കുന്ന മുന്തിരി നമുക്കൊന്ന് വറുത്തെടുക്കാം. അതുപോലെ പീനട്ട്സും നമുക്ക് വറുത്തെടുക്കാം. ഇത് നമുക്ക് ഏത് തരം നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്, ആൽമണ്ട് ഒക്കെ. ഈ നട്ട്സിലൊക്കെ ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ബോഡിക്ക് ആവശ്യമായ പ്രോട്ടീൻ കിട്ടുന്നതിന് വളരെ സഹായിക്കും. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് നമുക്ക് 1 കതിർപ്പ് നുള്ളിയ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വഴന്നു വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ ക്യാരറ്റും 2 ടേബിൾ സ്പൂൺ ബീൻസും ആണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തതുപോലെ നമുക്ക് മുളകും വേണേൽ വഴറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇതാ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ഓട്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും മുന്തിരി ഇട്ടൊന്ന് നന്നായി ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വെക്കാം. ഏകദേശം 4 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഓട്സ് ഉപ്പുമാവ് റെഡിയാവും.
ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതൊന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും പാകത്തിന് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പാനൊന്ന് ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം 1 കതിർപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബീറ്റ് ചെയ്തിരിക്കുന്ന മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മുട്ട നന്നായി പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്ത മുട്ട നമുക്കിനി ഓട്സ് ഉപ്പുമാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള എഗ് സ്ക്രാമ്പിൾഡ് ഓട്സ് ഉപ്പുമാവ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.